ഇതുവരെ മുഹമ്മദ് മതമാർഗത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തികൾ ബാധിച്ചതിനെയും ഭൗതിക കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ കത്തിയോട് കൊണ്ടുന്നതിനെ ഒന്നാക്കിയുള്ള രക്ഷപ്പെടൽ അവസാനിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ചോദ്യത്തിൽ കിടക്കട്ടെ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം കലക്കി സെന്ററിൽ വെച്ച് സ്വകാര്യത നടത്തിയ ഒരു മുഖാമുഖത്തിൽ ബഹുമാന്യനായ ഡോക്ടർ സക്കീയ സലാഹി അദ്ദേഹം പ്രാർത്ഥനയല്ലാത്ത ധാരാളം ആരാധനകളുണ്ട് എന്ന് പറഞ്ഞു. അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പഠിപ്പിക്കപ്പെട്ട പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ ഇത് കേൾക്കേണ്ടി വന്നിരിക്കുന്നു. അത് താങ്കൾക്ക് പറ്റി കേവലം ഒരു തെറ്റാണോ, അതോ പഴയകാല വിചാരങ്ങൾ അന്നു മുതൽ പുലർത്തിപ്പെടുന്ന ഒരാശയമാണോ? വ്യക്തമായ മറുപടി തരിക. ദുആ മാത്രമല്ല ഇബാദത്ത്. ദുആ ഉള്ള വേറെ ഒരു കാര്യത്തിൽ ഇബാദത്താണ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതൊക്കെ ഇബാദത്താണ്. ദുആ മാത്രമല്ല ഇബാദത്ത്. അതിലൊക്കെ ദുആ ഉണ്ടായിരിക്കാം എന്നല്ലാതെ അത് ദുആ മാത്രമല്ല. അതേതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയും ആരാധനയും ഒന്നാണ് എന്ന് സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജിന്നിനോട് ആരാധിച്ചാൽ ചില സഹായങ്ങൾ സായിബാബയ്ക്ക് വാച്ച്, അതുപോലെ വിദൂര ദേശങ്ങളിൽ നിന്നുള്ള മരുന്ന്, ജർമ്മനിയിൽ നിന്നുള്ള മരുന്ന് ലഭിക്കുമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആരാധിച്ചാൽ കിട്ടുമെങ്കിൽ പ്രാർത്ഥനയും ആരാധനയും ഒന്നാണ് എന്ന് താങ്കൾ സമ്മതിച്ചിരിക്കെ പ്രാർത്ഥിച്ചാലും കിട്ടുകയില്ലേ, ആരാധിച്ചാലും കിട്ടുകയില്ലേ? അതോ ആരാധനയും പ്രാർത്ഥനയും രണ്ടാണോ? വ്യക്തമാക്കുക. എല്ലാ പ്രാർത്ഥനയും ആരാധനയാണ്, എല്ലാ ആരാധനയും പ്രാർത്ഥനയല്ല. അതാണ് തമ്മിലുള്ള വ്യത്യാസം. പ്രാർത്ഥിച്ച ആൾക്ക് ഉത്തരം കൊടുക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ പ്രാർത്ഥിച്ച ആൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ പ്രാർത്ഥിക്കപ്പെട്ട മഹാന് ചിലപ്പോൾ സാധിച്ചേക്കാം.